യെസ്, മലയാള സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ആദ്യമായല്ല അത്തരത്തിലൊരു കമ്മിറ്റി റിപ്പോർട്ട് മലയാളത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന സംഘത്തിന്റെ ഗൂഢപ്രവർത്തനങ്ങളിലേക്ക് ആദ്യം വിരൽ ചൂണ്ടിയത് കോമ്പറ്റീഷൻ കമ്മീഷനാണ്. പല പ്രമുഖരെയും സിനിമയിൽ നിന്ന് വെട്ടിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു ഇന്ത്യൻ കോമ്പറ്റീഷൻ കമ്മീഷന്റെ കണ്ടെത്തൽ. സംവിധായകൻ വിനയന്റെ കേസിൽ കമ്മീഷൻ മലയാള സിനിമയിലെ അപ്രഖ്യാപിത വിലക്കിന്റെ ആസൂത്രിത നീക്കങ്ങൾ തുറന്നുകാട്ടിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് പരാമർശത്തോടെ കമ്മീഷൻ വിധി വീണ്ടും ചർച്ചയാവുകയാണ്. സംവിധായകൻ വിനയനുമേൽ സിനിമാ സംഘടനകൾ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിക്കൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധി വന്നത് 2017-ൽ. ആ വിധി പകർപ്പിലാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ലോബിയെക്കുറിച്ച് പേരെടുത്ത് പരാമർശമുള്ളത്. അതിങ്ങനെ: പുതിയ അഭിനേതാക്കളെ വെച്ച് കുറഞ്ഞ ചെലവിൽ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് വിനയൻ സിനിമാ ഫോറം എന്ന സംഘടന തുടങ്ങിയത്. ആ സംഘടനയെ തകർത്തത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും. പല നിർമ്മാതാക്കളും വിനയന്റെ സിനിമകളിൽ നിന്ന് പിന്മാറിയതിനു പിന്നിൽ ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും അമ്മ ഭാരവാഹിയായ ഇടവേള ബാബുവും ചേർന്ന് ചെലുത്തിയ സമ്മർദ്ദം. വിലക്ക് ലംഘിച്ച് വിനയന്റെ സിനിമകളിൽ അഭിനയിച്ച തിലകന് ഒടുവിൽ അമ്മയിൽ നിന്ന് വരെ പുറത്തു പോകേണ്ടി വന്നു. ക്രിസ്ത്യൻ പ്രദേശിൽ നിന്ന് തിലകനെ വിലക്കിയതിനു പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലും. വിനയന്റെ സിനിമയിൽ പണം മുടക്കാനെത്തിയ ഫിനാൻസറെ പിന്തിരിപ്പിച്ചതിനു പിന്നിൽ മമ്മൂട്ടിയും സംവിധായകൻ ജോഷിയും. ഇന്ദ്രൻസിനെ പിന്തിരിപ്പിച്ചത് താരസംഘടനയായ അമ്മ. മുതിർന്ന നടൻ മധുവിനെ പിന്തിരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണനും സിയാദ് കോക്കറും ചേർന്ന്. വിനയനുമായി സിനിമകൾ ചെയ്യരുതെന്ന് നടൻ ജയസൂര്യയെ ഭീഷണിപ്പെടുത്തി വിലക്കിയത് സിബി മലയിൽ. കലാസംവിധായകൻ അനിൽ കുംബ്ഴയോട് വിനയന്റെ സിനിമകളിൽ പ്രവർത്തിക്കരുതെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടത് നടൻ ദിലീപ്. അതിന് പ്രതിഫലമായി ദിലീപ് നൽകിയത് തന്റെ സിനിമയിൽ പ്രവർത്തിക്കാനുള്ള അവസരം. തനിക്കെതിരെ വിനയൻ സംസാരിച്ചതോടെ മാക്ട എന്ന സംഘടന ദിലീപ് തകർത്തു. അമ്മ എന്ന സംഘടന അതിന് കൂട്ടുനിന്നു. മാക്ടയുടെ തകർച്ചയ്ക്കും ഫെഫ്കയുടെ ഉദയത്തിനും പിന്നിൽ പവർ ഗ്രൂപ്പിലെ ഒരു നടനാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. ഹരിമോഹൻ, മീഡിയ 1, തിരുവനന്തപുരം.